നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിച്ച് സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെയുള്ള മുഴുവൻ രോഗികളുടെയും രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണമായി ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും അതിന്റെ തനിമയായ ശൈലികളുമാണ് ഓരോ ദിവസവും പരിശുദ്ധമായ ഹദീസുകളിലൂടെയും കിതാബിന്റെ ഉദ്ധരണികളിലൂടെയും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല പറയുന്നതനുസരിച്ച് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ നിരോധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മദ്യം എന്ന് പറയുന്നത്. ഇന്ന് മദ്യം നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കുടുംബങ്ങളിലെ ഒക്കെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. പഴയ കാലങ്ങളിലൊക്കെ മദ്യം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ എല്ലാവരും അകറ്റുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു സമൂഹത്തിലും അതുപോലെ തന്നെ നാട്ടിലും. ഇന്ന് ഏറ്റവും കൂടുതൽ സ്ഥാനവും മാനവും ഒക്കെ ഉള്ളത് ആർക്കാണ്? മദ്യപാനിക്കാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിൽ പിന്നെ അവന്റെ കൂടെയായിരിക്കും കൂട്ടുകാരൊക്കെ കൂടുതൽ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് മദ്യപാനവും മദ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഗതികളെയും, എത്രത്തോളം മദ്യത്തിന്റെ ആ ടീൻമേശയിൽ, ആ മദ്യം വിളമ്പുന്ന ടീൻമേശയിൽ നാം കുടിച്ചൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ട് അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യശ്റബു അലൈഹൽ ഖംർ, മദ്യം ഉപയോഗിക്കുന്ന, മദ്യം ഒഴിക്കുന്ന ആ ടീൻമേശയിലോ അതിന്റെ പരിസരത്തോ പോലും ഇരിക്കാൻ പാടില്ല. ഒന്നാമത്തെ റഹ്മത്ത് റഹ്മത്ത്. നമ്മൾ യാത്രയ്ക്ക് പോകും, ടൂറിന് പോകും, നല്ല ബാറാണ്, അടിപൊളിയാണ്, ഹോട്ടൽ സംവിധാനത്തോടു കൂടിയുള്ള ബാറാണ്. എന്ത് ചെയ്യും? ബാറൊന്നും നമ്മൾ കുടിക്കുന്നില്ലല്ലോ ഉസ്താദേ, നമ്മൾ കുടിക്കുന്നില്ലല്ലോ, എന്ത് ചെയ്യാം? അവിടെ ഭക്ഷണം കഴിക്കുന്നതിന് എന്താ തെറ്റ്? പാടില്ല. അള്ളാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് മദ്യത്തിന്റെ പരിസരത്ത് കൂടി, അല്ലെങ്കിൽ മദ്യം വിളമ്പുന്ന ഭാഗം, മദ്യം കൊടുക്കുന്ന ഭാഗം, വിൽക്കുന്ന ഭാഗം, ഒരു മുഅ്മിനായ മനുഷ്യൻ അവിടേക്ക് ഇരിക്കാൻ പോലും പാടില്ല, നിൽക്കാൻ പോലും പാടില്ല. അള്ളാഹുവിന്റെ ശാപം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ യാത്രകളിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വലിയ പേരൊക്കെ ഉള്ള, ചിലപ്പോ മുസ്ലിം പേരൊക്കെ ആയിരിക്കും. ബിസ്മില്ല ലക്കി സ്റ്റോർ എന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ലോട്ടറി കടയുടെ പേരെന്താ? എല്ലാം ബിസ്മില്ല. ഹറാമിന്റെ പ്രവർത്തനങ്ങൾക്കും പേരിട്ടിരിക്കുന്നത് എന്താണ്? ബിസ്മില്ലയാണ്. ബിസ്മില്ല ചിക്കൻ സ്റ്റാൾ എന്ന് പറയുന്നത് പോലെ ബിസ്മില്ല ലക്കി സ്റ്റോർ ലോട്ടറി കടയുടെ പേരാണ്. ഞാൻ കണ്ടിട്ടുള്ള കാര്യം, യാത്രയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മുടെ ബാറുകൾ എത്ര മനോഹരമായ അറബി പേരുകൊണ്ടും മുസ്ലിം പേരുകൊണ്ടും ഒക്കെ നാമ ചെയ്യപ്പെട്ട സ്ഥലമാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, മദ്യമുള്ള സ്ഥലങ്ങളിലും മദ്യത്തിന്റെ സമീപങ്ങളിലും ഒക്കെ ഒരു വിശ്വാസിയായി മനുഷ്യൻ പോകാനേ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച കാര്യമാണ്. അതിനേക്കാൾ ഗൗരവം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വിജൂഹു, മദ്യപാനിയായ മനുഷ്യന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹം ചെയ്തു കൊടുക്കരുതേ. ആദരവായി നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് പ്രതാപവും കുടുംബ മഹിമയും സാമ്പത്തിക ശേഷിയും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്താ മദ്യം, എന്താ വിഷയം? മദ്യപാനി. മുമ്പ് നമ്മുടെ നാട്ടിലൊരു മഹല്ലിൽ രണ്ട് ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നം വന്നപ്പോ രണ്ട് പള്ളികളുടെയും പിന്നെ പരിപാലന സമിതി അംഗങ്ങളും ആ കുടുംബക്കാരും ഒക്കെ ഒരുമിച്ച് കൂടി ചർച്ച വന്നപ്പോ ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് ഈ ഭർത്താവിനോട് കൂടി ജീവിക്കാൻ കഴിയില്ല, ഭയങ്കരമായി മദ്യപാനമാണ് എന്ന് പറഞ്ഞപ്പോ ആ മഹല്ലിലെ വളരെ പ്രധാനപ്പെട്ട കീ പോസ്റ്റിലിരിക്കുന്ന പരിപാലന സമിതിയിലെ പ്രധാനപ്പെട്ട ആള് പറഞ്ഞു, ഇന്ന് മദ്യം കുടിക്കാത്തവരാരാ ഉള്ളത്? ഈ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു? നമ്മുടെ സമുദായവും നമ്മുടെ മഹല്ലും അധപതിച്ചു പോയി. കഴിഞ്ഞ ജുമയ്ക്ക് ഞാൻ പ്രസംഗിച്ചല്ലോ, ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ്. പഴയ കാലങ്ങളിൽ മജ്ലിസുകളിൽ പോലും മജ്ലിസ് എന്നല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് പോലും പിന്നെ അകറ്റപ്പെടുന്ന ഒരു വിഭാഗമായി മദ്യപാനികൾ മാറിയെങ്കിൽ ഇന്ന് നമ്മുടെ ആത്മീയമായ സദസ്സുകളിൽ പോലും വളരെ സാധാരണ ഒരു മുഅ്മിനായ മനുഷ്യൻ ആമീൻ പറയുന്നതിനേക്കാളും ആവേശത്തോടു കൂടി കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് എന്തൊക്കെയാ ആക്ഷന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ മദ്യപാനികൾ നമുക്കിടയിൽ വ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അത് നമ്മുടെ കൂട്ടിലുള്ള, നമ്മുടെ ഇടയിലുള്ള ഒരു സമ്പർക്ക ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ.
ഇപ്പൊ ഞാനൊരു മദ്യപാനിയോട് ഒന്ന് അകന്ന് നിൽക്കുകയാണ്. ഈ പറയപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒരു മദ്യപാനിയെ കാണുമ്പോൾ അതേ രീതിയിൽ നിങ്ങൾ ഒന്ന് അകറ്റി നിർത്താൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മദ്യം അയാൾക്കൊരു തോന്നലുണ്ടാകും, എന്നെ എല്ലാവരും അകറ്റുന്നു എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ നാം എല്ലാവരും എന്ത് ചെയ്യുന്നു? ചേർത്ത് നിർത്തുന്നു. അവന്റെ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ ഭാര്യയോ അവന്റെ മക്കളോ നിരപരാധിയാണ്, അവരൊക്കെ കുറ്റക്കാരല്ല. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വഇൻ മരിള ഫലാ തഊദുഹു, ഒരു മദ്യപാനിക്ക് രോഗം വന്നാൽ മദ്യപാനിയെ നിങ്ങൾ രോഗസന്ദർശനം നടത്താൻ പാടില്ല എന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലൊരു ചിന്തയുണ്ടാകും, അവൻ മദ്യപാനിയാണെങ്കിലും പാവങ്ങളാണല്ലോ, ഭാര്യയും മക്കളൊക്കെ പാവങ്ങളാണ്. ആ ഒരു പരിഗണന വെച്ച് നമുക്കൊരു കാരുണ്യത്തിന്റെ ഹൃദയം ഉണ്ടാകും അവരോട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഇയാളുമായിട്ടൊരു ബന്ധം നമുക്ക് എന്തായാലും കുഴപ്പമില്ല, അവ മക്കളെ പരിഗണിച്ചെങ്കിലും നമുക്ക് കൊടുക്കാം എന്നൊരു കാരുണ്യത്തിന്റെ മനസ്സ് നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ആ മദ്യപാനീയമായുള്ള ബന്ധം നമുക്ക് മുറിക്കാൻ കഴിയില്ല. ഒരു സാഹചര്യം അവസ്ഥ പൊതുവായിട്ട് കാണപ്പെടുന്ന അവസ്ഥയാണ്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താ? മദ്യപാനി രോഗിയായി കഴിഞ്ഞാൽ അവന് രോഗസന്ദർശനം നടത്താൻ പാടില്ല. വളരെ ഗൗരവത്തോടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. അത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഫഇൻ മാത ഫലാ തുസല്ലു, അതിന്റെ ഗൗരവത്തെ അറിയിക്കുന്നതിന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു മദ്യപാനി മരിച്ചാലും ചെയ്യണം, മയ്യിത്തസ്കരിക്കണം. പക്ഷെ റസൂലുള്ളാഹി ഗൗരവത്തിൽ പറഞ്ഞത് വഇൻ മാത ഫലാ തുസല്ലു അലൈഹി, നിങ്ങൾ എന്ത് ചെയ്യരുത്? മദ്യപാനി മരിച്ചാൽ അവന്റെ മേൽ മയ്യിത്ത് നമസ്കരിക്കരുത്. റസൂലുള്ളാഹി തങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞതാണ്. അത്രയ്ക്ക് ഗൗരവമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ്യ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നെ പ്രവാചകനായി നിയോഗിച്ച റബ്ബിനെ തന്നെയാണ് സത്യം. മാ ശരിബൽ ഖംർ ഇല്ലാ മൽഊൻ, മദ്യപാനി, മദ്യം ഉപയോഗിക്കുന്ന മനുഷ്യൻ അതുപോലെ ശപിക്കപ്പെട്ടവനെ ഫി തൗറാത്തി വൽ ഇൻജീലി വസ് സബൂരി വൽ ഫുർഖാൻ, ഖുർആനിലെ, സബൂറിലെ, തൗറാത്തിലെ, ഇൻജീലിലെ അള്ളാഹു ഇറക്കിയ മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും ശപിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് അള്ളാഹു തആല മദ്യപാനിയെ മാറ്റി എന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇത്രയ്ക്ക് ഭയാനകമായ ശിക്ഷയ്ക്കും അതുപോലെ തന്നെ ഭയാനകരമായ ഗൗരവങ്ങൾക്കും ഒക്കെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകപ്പെട്ട ഒരു വിഭാഗമാണ് മദ്യത്തിന്റെ അടിമകൾ, മദ്യപാനി എന്നുള്ളത്. അല്ലാഹു തആല അവർക്കൊക്കെ പരിപൂർണമായി തൗബ ചെയ്ത് മടങ്ങുവാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ, ഹറാമിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവസ്ഥകളിൽ നിന്നും എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിപൂർണമായ നന്മയുടെ വഴികളിലൂടെ സഞ്ചരിച്ച് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ സംസ്കാരത്തിലൂടെ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു